CBSE 12ാം ക്ലാസ് കണക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ 6ാമത്തെ ചാപ്റ്ററായ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിലെ മാക്സിമ ആൻഡ് മിനിമ എന്നുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ചെയ്യാനുള്ള വർക്കിംഗ് റൂൾസ് നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് റെഫർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. 19ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സർക്കിളുണ്ട്. ആ സർക്കിളിനുള്ളിൽ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദ സ്ക്വയർ ഹാസ് ദ മാക്സിമം ഏരിയ എന്ന്, അതായത് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ മാക്സിമം ആണെങ്കിൽ അതൊരു സ്ക്വയർ ആയിരിക്കും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് L ആണ്, ബ്രെഡ്ത്ത് B ആണ്. ഈ സർക്കിളിൻ്റെ ഡയമീറ്ററാണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നത്. ഈ സർക്കിളിൻ്റെ സെൻറ്റർ O ആണ്. റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ വരയ്ക്കുന്ന ABC 4 കോർണേഴ്സും ABC 90 ഡിഗ്രി ആയിരിക്കും. ABCD 4 കോർണേഴ്സ് 90 ഡിഗ്രി ആയിരിക്കും. ഇതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ R ആയിരിക്കും. സോ AC ഡയമീറ്ററാണ്. AC എന്ന് പറഞ്ഞാൽ R+R 2R ആയിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ പടവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്ന് എഴുതാം. ലെറ്റ് O ബി ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ വിത്ത് റേഡിയസ് R. ഇത് നമ്മൾ ആദ്യം എഴുതണം, തന്നിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഫിഗർ ഉള്ളതുകൊണ്ട് അങ്ങനെ എഴുതണം എന്ന് നിർബന്ധമില്ല, പക്ഷേ ഒന്ന് എഴുതുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം, ഇൻ ദ റെക്റ്റാങ്കിൾ, ഈ റെക്റ്റാങ്കിളിൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ L ആയിരിക്കും, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് B ആയിരിക്കും. നമ്മൾ ഫിഗറിലുള്ള അത്തരം കാര്യങ്ങളൊന്ന് എഴുതി വെച്ചു. ഇനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് എഴുതുന്നത് വളരെ നല്ലതാണ്. എന്തൊക്കെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഒന്നാമതായിട്ട് പ്രൂവ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഏരിയ, അതായത് തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ മാക്സിമം ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മുടെ ഒന്നാമത്തെ ജോലി. രണ്ടാമത്തെ ജോലി എന്ന് പറയുന്നത് ഈ ഏരിയ മാക്സിമം ആകുമ്പം നമ്മുടെ റെക്റ്റാങ്കിൾ ഒരു സ്ക്വയറായി മാറും എന്നുള്ളതാണ്. അതായത് റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഈക്വലാകും, L=B ആകും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് തുടങ്ങാം. സോ ഗിവൺ, ഇവിടെ എന്താണ് ഗിവൺ? ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ ABC ഉണ്ട്. അത് റെക്റ്റാങ്കിളാണ്, റെക്റ്റാങ്കിളിൻ്റേതാണ് ആംഗിൾ B. റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് തന്നെ ആംഗിൾ B 90 ഡിഗ്രിയാണ്. സോ നമുക്ക് പൈതഗോറസ് തിയറം പ്രകാരം നമുക്ക് പറയാൻ പറ്റും AC² = AB² + BC². ABയും BCയും നമുക്കുണ്ട്, ACയും ഉണ്ട്. AC എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡയമീറ്ററാണ്. സോ 2 റേഡിയസാണ്, R+R 2R the whole square = AB എന്ന് പറയുന്നത് ലെങ്താണ്, L² + B². സോ ഇനി നമുക്ക് ഏരിയ എന്ന് എഴുതി നോക്കാം. ഏരിയയുടെ ഫോർമുല, ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ A = L × B. 2 വേരിയബിളുണ്ട്, Lഉം Bയും 2 വേരിയബിളുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിളിനെ അവിടെ നിർത്തിയിട്ട് മറ്റേ വേരിയബിളിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം തൊട്ട് മുകളിലത്തെ ഫോർമുലയിൽ നിന്ന്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടുന്ന് ഒന്നെങ്കിൽ Lൻ്റെ അല്ലെങ്കിൽ Bയുടെ വാല്യൂ കണ്ടുപിടിച്ച് ഏരിയയിൽ ഇട്ട് കൊടുക്കണം. സോ 4R² = L² + B². ഇനി ഇവിടുന്ന് Lൻ്റെയോ Bയുടെയോ വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് താഴെ ഇട്ട് കൊടുക്കുക. സോ തൽക്കാലം Bയുടെ വാല്യൂ കണ്ടുപിടിക്കുക. B² = 4R² - L². ദാറ്റ് ഈസ്, ഇനി Bയുടെ വാല്യൂ B = √4R² - L². ഈ വാല്യൂ താഴത്തെ Bയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് A = L × B. B എത്രയാണ്? √4R² - L². ഇതിനെ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കണം. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ U × V എടുക്കേണ്ടി വരും. റൂട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാൻ വളരെ നല്ല സാധ്യതയുണ്ട്. തന്നെയല്ല, നമ്മുടെ ഡിഫറൻസിയേഷൻ dA/dt ഒക്കെ ചെയ്യുമ്പോൾ അത് ലെങ്തി ആകും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ സ്ക്വയർ ചെയ്യണം. സോ A² = L² റൂട്ട് മാറും 4R² - L². ബ്രാക്കറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. 4R² × L² - L⁴. ഇതാണ് നമ്മുടെ A². ഇതിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് dA²/dL 4R² × L² ഡെറിവേറ്റീവ് 2L - L⁴ 4L³. ദാറ്റ് ഈസ് 2 × 4 8R² × L - 4L³. അപ്പോൾ dA²/dL കിട്ടി.
ഇനി നമുക്ക് വേണ്ടത് ഡി സ്ക്വയർ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. നമ്മുടെ സ്റ്റെപ്പ് 2 ആണ് വേണ്ടത്. ഡി എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു 8r സ്ക്വയർ ഇൻറ്റു എല്ലിൻ ഡെറിവേറ്റീവ് 1 മൈനസ് 4 ഇൻറ്റു എൽ ക്യൂബിൻ ഡെറിവേറ്റീവ് 3l സ്ക്വയർ. ദാറ്റ് ഈസ് 8r സ്ക്വയർ മൈനസ് 12l സ്ക്വയർ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 2 കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റെപ്പ് 3 പോകാം. ഡി എ സ്ക്വയർ ബൈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കണം. ഇംപ്ലൈസ് 8r സ്ക്വയർ എൽ മൈനസ് 4l ക്യൂബ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് 4l കോമൺ എടുക്കാം. 4l ഇൻറ്റു 2r സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. അതിൻ്റെ അർത്ഥം എൽ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമുക്ക് എൽ ഈസ് ഈക്വൽ ടു 0 പറ്റില്ല. ലെങ്ത് 0 ആണെങ്കിൽ റെക്റ്റാങ്കിൾ തന്നെ പറ്റില്ല. സോ എൽ ഈസ് ഈക്വൽ ടു 0 ഈസ് നോട്ട് പോസിബിൾ. അടുത്തത് നമുക്ക് ബാക്കിയുള്ളത് 2r സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. അവിടെ നമുക്ക് എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2r സ്ക്വയർ. എല്ലിൻ്റെ വാല്യൂ കിട്ടുമല്ലോ. എൽ ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു ആർ. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 ആണ്. ഇപ്പോൾ കിട്ടിയ ഈ എല്ലിൻ്റെ വാല്യൂ അത് ഇക്വേഷൻ നമ്പർ 2 എടുത്ത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഇട്ട് കൊടുക്കണം. സോ ഡി സ്ക്വയർ എ സ്ക്വയർ ബൈ ഡി എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു 8r സ്ക്വയർ മൈനസ് 12l സ്ക്വയർ ഈസ് ഈക്വൽ ടു 8r സ്ക്വയർ മൈനസ് 12 ഇൻറ്റു എൽ സ്ക്വയർ മുകളിൽ കിട്ടിയിട്ടുണ്ട് 2r സ്ക്വയർ ഈസ് ഈക്വൽ ടു 8r സ്ക്വയർ മൈനസ് 24r സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 16r സ്ക്വയർ. മൈനസ് വന്നുകൊണ്ട് അത് ലെസ് ദാൻ 0 ആണ്. അതിന് ലെസ് ദാൻ 0 വന്നാൽ മാക്സിമം ആണെന്നാണ് അർത്ഥം. സോ എ സ്ക്വയർ ഈസ് മാക്സിമം. എ സ്ക്വയർ മാക്സിമം ആകുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഏരിയ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏരിയയുടെ സ്ക്വയറാണ്. ഏരിയയുടെ സ്ക്വയർ മാക്സിമം ആണെങ്കിൽ എ ഈസ് മാക്സിമം. അതായത് എയും ഏരിയയും മാക്സിമം ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഏരിയ ഈസ് മാക്സിമം അറ്റ് ഏത് വാല്യൂവിലാണ് കിട്ടിയത്? എൽ ഈസ് ഈക്വൽ ടു √2r. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് പറയാനുള്ളത് എൽ ഈസ് ഈക്വൽ ടു ബി എന്നാണ്. അതായത് അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇക്വേഷൻ നമ്പർ 1 നിന്ന് ബിയുടെ വാല്യൂ എഴുതുക. ബി ഈസ് ഈക്വൽ ടു √4r സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ആൻഡ് ഈസ് ഈക്വൽ ടു √4r സ്ക്വയർ മൈനസ് എൽ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട്. എൽ സ്ക്വയറിൻ്റെ വാല്യൂ 2r സ്ക്വയർ ആണ്. 2r സ്ക്വയർ ഈസ് ഈക്വൽ ടു √4r സ്ക്വയർ മൈനസ് 2r സ്ക്വയർ ഈസ് 2r സ്ക്വയർ. സോ √2r സ്ക്വയർ √2 ഇൻറ്റു ആർ. ഇപ്പം നമുക്ക് √2 ഇൻറ്റു ആർ കിട്ടി. ഇത് തന്നെയാണ് നമ്മുടെ എല്ലാം. നമ്മൾ ബിയിലാണ് തുടങ്ങിയത്. അപ്പോൾ ലെങ്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും വാല്യൂ √2r നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം അതെന്താണെന്ന് സ്ക്വയർ ആണെന്ന് പറയാം. സോ ഏരിയ മാക്സിമം ആകുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റെക്റ്റാങ്കിൾ ഒരു സ്ക്വയർ ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്, ഗിവൺ സർഫസ് ആൻഡ് മാക്സിമം വോളിയം. അപ്പോൾ നമ്മുടെ ഒന്നാമത് നമുക്കൊരു ഗിവൺ ഉണ്ട്, അത് സർഫസ് ഏരിയയാണ്. വോളിയം മാക്സിമം ആണെന്നും പ്രൂവ് ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഡയമീറ്റർ എന്ന്. അപ്പം നമുക്ക് ഈ ഫിഗറിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാം. ലെറ്റ് ആർ ആൻഡ് എച്ച് ബി ദ റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ. അത് നമുക്കൊന്ന് എഴുതാം. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗിവൺ തന്നിട്ടുണ്ട്. അത് മിക്കവാറും ക്വസ്റ്റ്യനിൽ ഇവർ ഗിവൺ എന്ന് പറഞ്ഞ് തന്നെ തരും. ഇല്ലെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഗിവണായിട്ട് കിട്ടുകയും ചെയ്യും. ഇവിടെ ഗിവൺ എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയയാണ്, അതായത് തന്നിട്ടുണ്ട്. എന്താണ് ടു പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് ദാറ്റ് വോളിയം ഈസ് മാക്സിമം. അതായത് മാക്സിമം വോളിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് വോളിയം മാക്സിമം ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമുക്ക് ഒന്നാമത് പ്രൂവ് ചെയ്യേണ്ടത്. സച്ച് ദാറ്റ്, അതിൻ്റെ ബാക്കിയൊരു പറഞ്ഞിട്ടുണ്ട്, ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ദി ബേസ്, അതായത് എച്ച് ഈസ് ഈക്വൽ ടു ഡി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ. അപ്പം നമുക്ക് തുടങ്ങാം. സോ സർഫസ് ഏരിയ എസ് ഈസ് ഈക്വൽ ടു സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ നമുക്കറിയാം 2πr സ്ക്വയർ പ്ലസ് 2πrh. വോളിയം ഈസ് ഈക്വൽ വി ഈസ് ഈക്വൽ ടു πr സ്ക്വയർ എച്ച്. അപ്പോൾ എസിൽ നിന്ന് ഒന്നെങ്കിൽ ആറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് നമ്മുടെ ഈ വോളിയത്തിൽ കൊടുക്കണം.
ഈ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ആർ സ്ക്വയറും ഉണ്ട് ആറും ഉണ്ട്. അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവിടുന്ന് എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. സോ എസ് മൈനസ് ടു, എസിൻ്റെ അല്ല എച്ചിൻ്റെ വാല്യൂ, എസ് മൈനസ് 2πr സ്ക്വയർ ഈസ് ഈക്വൽ ടു 2πrh. ദാറ്റ് ഈസ് എസ് മൈനസ് 2πr സ്ക്വയർ ബൈ 2πr ഈസ് ഈക്വൽ ടു എച്ച്. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ കിട്ടി, ഇക്വേഷൻ നമ്പർ 1. അത് നമ്മുടെ വോളിയത്തിലിട്ട് കൊടുക്കണം. πr സ്ക്വയർ ഇൻറ്റു എസ് മൈനസ് 2πr സ്ക്വയർ ബൈ 2πr. സോ ഈ പൈയും താഴത്തെ പൈ ക്യാൻസലാകും, ആറും ആർ സ്ക്വയറും ക്യാൻസലാകും. ഈ ആറിനെ നമുക്ക് ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1/2 ഇൻറ്റു എസ് ഇൻറ്റു ആർ, എസ് ആർ മൈനസ് 2πr സ്ക്വയർ ഇൻറ്റു ആർ, 2πr ക്യൂബ്. അപ്പം നമുക്ക് ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിൽ നമുക്ക് വോളിയം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ആ സ്റ്റെപ്പ് ഓർമ്മയുണ്ടല്ലോ, നമുക്ക് dv ബൈ dr വേണം, പിന്നെ d²v/dr² വേണം. ഓർക്കുന്നുണ്ടാകും നിങ്ങൾ ആ സ്റ്റെപ്പുകളൊക്കെ. ഇല്ലെങ്കിൽ പാർട്ട് 1 ഒന്ന് റെഫർ ചെയ്യുക. പിന്നെ dv ബൈ dr ഈസ് ഈക്വൽ ടു 0 കൊടുക്കണം. ഇങ്ങനെ 3 ജോലികൾ നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യണം. സോ ആദ്യം നമുക്ക് dv ബൈ dr ചെയ്യാം. 1/2 ഇൻറ്റു എസ് ഇൻറ്റു ആറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ, 1 മൈനസ് 2π ഇൻറ്റു ആർ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3r സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എസ് മൈനസ് 6πr സ്ക്വയർ. അത് കിട്ടി. ഇനി d²v/dr² ചെയ്യണം. ഈസ് ഈക്വൽ ടു തൊട്ട് മുമ്പ് കിട്ടിയതിനെ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 1/2 ഇൻറ്റു എസ് കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0 മൈനസ് 6π ഇൻറ്റു ആർ സ്ക്വയർ ഡെറിവേറ്റീവ് 2r ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മൈനസ് 12πr. സോ ക്യാൻസലായി പോകും. 2ഉം 12ഉം മൈനസ് 6πr കിട്ടിയിട്ടുണ്ട്. ഇനി dv ബൈ dr ഈസ് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കാം. സോ 1/2 ഇൻറ്റു എസ് മൈനസ് 6πr സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഇവിടുന്ന് നമുക്ക് ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ എസ് മൈനസ് 6πr ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു 6πr സ്ക്വയർ ആണ്. ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് ബൈ 6π ഇംപ്ലീസ് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ബൈ 6π. ഇക്വേഷൻ നമ്പർ 2. നേരത്തെ ഇക്വേഷൻ നമ്പർ 1 കിട്ടി, ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ശരിക്കും ആർ ഈസ് ഈക്വൽ ടു എക്സ് ബൈ 6π ഈ വാല്യൂ മാത്രമല്ല, എസ് ഈസ് ഈക്വൽ ടു 6πr സ്ക്വയർ നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മുടെ അടുത്ത സ്റ്റെപ്പിൻ്റെ നമ്മൾ ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് d²v/dr² നമുക്കിപ്പം കിട്ടിയ ആറിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് എഴുതി തുടങ്ങാം. d²v/dr² അറ്റ് ആർ ഈസ് ഈക്വൽ ടു d²v/dr² എത്രയായിരുന്നു, മൈനസ് 6π ഇൻറ്റു ആറിൻ്റെ വാല്യൂ റൂട്ട് ഓഫ് എസ് ബൈ 6π. സിംപ്ലിഫൈ ചെയ്യേണ്ട, കാരണം പുറത്തൊരു മൈനസ് കിടപ്പുള്ളത് കൊണ്ട് ഈ ഹോൾ ടേമിൻ്റെ വാല്യൂ നമുക്ക് നെഗറ്റീവാണെന്ന് പറയാം. സോ ദിസ് ഈസ് ലെസ് ദാൻ 0. ലെസ് ദാൻ 0 വരുമ്പോൾ നമുക്കറിയാം വോളിയം ഈസ് മാക്സിമം. എപ്പോഴും ലെസ് ദാൻ 0 വന്നാലും അതിൻ്റെ വാല്യൂ മാക്സിമം ആണെന്നുള്ളത് നമുക്കറിയാം. സോ വോളിയം ഈസ് മാക്സിമം അറ്റ് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ബൈ 6π. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം കിട്ടി. ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് പ്രൂവ് ചെയ്യണം. എച്ച് ഈസ് ഈക്വൽ ടു ഡി, ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഡയമീറ്റർ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ 2r ആണ്. ഇവിടെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2-ൽ നമുക്ക് ആറിൻ്റെ വാല്യൂ ഉണ്ട്, ഇക്വേഷൻ നമ്പർ 1-ൽ എച്ചിൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കൂടെ ഒന്ന് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എച്ച് ഈസ് ഈക്വൽ ടു 2r എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമായിരിക്കും. സോ ഇക്വേഷൻ നമ്പർ 1 ആൻഡ് 2 ഇംപ്ലീസ് ഇവിടെ 1ൻ്റെ വാല്യൂ തന്നെയാണ് എസ് മൈനസ് 2πr സ്ക്വയർ ഈസ് ഈക്വൽ ടു 2πrh. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്, നമ്മൾ എച്ചിൻ്റെ വാല്യൂ ഡയറക്റ്റ് എടുക്കുന്നതിനേക്കാളും. ഇക്വേഷൻ നമ്പർ 2ൻ്റെ വാല്യൂ തന്നെയാണ് എസ് ഈസ് ഈക്വൽ ടു 6πr സ്ക്വയർ. അപ്പം ഈ രണ്ട് സംഗതി കൊണ്ട് സോൾവ് ചെയ്യുക. എസിൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. സോ 6πr സ്ക്വയർ മൈനസ് 2πr സ്ക്വയർ ഈസ് ഈക്വൽ ടു 2πrh. 6πr സ്ക്വയർ മൈനസ് 2πr സ്ക്വയർ എത്രയാണത്, 4πr സ്ക്വയർ ഈസ് ഈക്വൽ ടു 2πrh. പൈയും ക്യാൻസലാകും, ആർ സ്ക്വയറും ഒരാറും ക്യാൻസലാകും, 2ഉം 4ഉം ക്യാൻസലായി 2 ആകും. സോ 2r ഈസ് ഈക്വൽ ടു എച്ച്. 2r എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡയമീറ്ററാണ്, ഡയമീറ്റർ ഈസ് ഈക്വൽ ടു എച്ച് ആണ്. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള രണ്ടാമത്തെ കാര്യങ്ങളും കിട്ടി. അപ്പോൾ ദെയർഫോർ നമുക്ക് ഇന്ന് കൺക്ലൂഷൻ എഴുതാം. വോളിയം
ഹാസ് മാക്സിമം വാല്യൂ വെൻ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു എച്ച്, അല്ലെങ്കിൽ ഡി ഈസ് ഈക്വൽ ടു എച്ച്, അല്ലെങ്കിൽ ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഡയമീറ്റർ. ഇതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്, പഠിച്ചോണം. തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനുമായി വളരെയധികം സിമിലാരിറ്റി ഉള്ള ക്വസ്റ്റ്യനാണിത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഓഫ് ഗിവൺ വോളിയം ഓഫ് 100 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. അതായത് തന്നിരിക്കുന്ന ഗിവൺ എന്ന് പറഞ്ഞാൽ വോളിയമാണ്. ആ വോളിയം എത്ര ആണെന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് ദ ക്യാൻ വിച്ച് ഹാസ് മിനിമം സർഫസ് ഏരിയ. അപ്പോൾ സർഫസ് ഏരിയ മിനിമം ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നമുക്കൊന്ന് എഴുതാം. ഗിവൺ വോളിയം ഈസ് ഈക്വൽ ടു, എത്രയാണ് വോളിയം? ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇനി എന്തൊക്കെയാണ് പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഒന്നാമത് പ്രൂവ് ചെയ്യാനുള്ളത് ഉണ്ടല്ലേ, വിച്ച് ഹാസ് മിനിമം സർഫസ് ഏരിയ. ക്വസ്റ്റ്യൻ്റെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് സർഫസ് ഏരിയ മിനിമം ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമ്മുടെ ഒന്നാമത്തെ ജോലി. രണ്ടാമത്തെ ജോലി കണ്ടോ, ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് ദ ക്യാൻ എന്ന്. അതായത് ക്യാനിൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കണം. ആറും എച്ചുമാണ് ഡയമെൻഷൻസ്. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് ഒന്ന് തുടങ്ങാം. വോളിയത്തിൻ്റെ ഫോർമുല നമുക്കറിയാം. πr² h ഈസ് ഈക്വൽ ടു 100 വോളിയം എന്നവർ 100 എന്നവർ തന്നിട്ടുണ്ട്. നമുക്കെന്താ പ്രൂവ് ചെയ്യാനുള്ളത്? സർഫസ് ഏരിയ മിനിമം ആണെന്നാണല്ലോ. അപ്പോൾ സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ എന്ന് എഴുതാം. എസ് ഈസ് ഈക്വൽ ടു 2πr² പ്ലസ് 2πrh. അപ്പോൾ ഇവിടെ നിന്ന് ആറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ എച്ചിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കണം മുകളിലത്തെ ഫോർമുലയിൽ നിന്ന്. മുകളിൽ നിന്ന് നമുക്ക് ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനൊക്കെ പാടാം, താഴെ ഇട്ട് കൊടുക്കാനൊക്കെ പാടാം. കാരണം അവിടെ r² ഉണ്ട്, 6 ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എളുപ്പം കണക്ക് ചെയ്യാൻ എളുപ്പം എപ്പോഴും എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് ഈ വോളിയത്തിൻ്റെ ഫോർമുലയിൽ നിന്നും. സോ h ഈസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ πr². ഈ വാല്യൂ വേണം നമ്മൾ താഴെ ഇട്ട് കൊടുക്കാൻ. സോ എസ് ഈസ് ഈക്വൽ ടു 2πr² പ്ലസ് 2πr ഇൻറ്റു എച്ച്. എത്രയാണ്? 100 ബൈ πr². സോ എസ് ഈസ് ഈക്വൽ ടു 2πr² പ്ലസ് പൈയും ക്യാൻസലാകും, r² ക്യാൻസലാകും. 2 ഇൻറ്റു 100 200 ബൈ r. ഇനി നമ്മുടെ സ്റ്റെപ്പുകൾ, നമ്മുടെ ഫംഗ്ഷൻ കിട്ടി. സ്റ്റെപ്പുകൾ ഓരോന്നായിട്ട് ചെയ്യാം. ds/dr, അതുപോലെ തന്നെ d²s/dr². ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ആ പഴയ സ്റ്റെപ്പുകൾ പാർട്ട് 1 സ്റ്റെപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റെപ്സ് എല്ലാം നമ്മൾ ഓർത്തിരുന്ന് ചെയ്യാം. സോ ds/dr കണ്ടുപിടിക്കാം. 2π ഇൻറ്റു r² ഡെറിവേറ്റീവ് 2r പ്ലസ് 200 ഇൻറ്റു 1/r ഡെറിവേറ്റീവ് മൈനസ് 1/r². ഒന്ന് എക്സ്പാൻഡ് ചെയ്യാമല്ലോ. 4πr മൈനസ് 200 ബൈ r². ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടി. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് വേണം. d²s/dr² ഈസ് ഈക്വൽ ടു 4π ഇൻറ്റു r ഡെറിവേറ്റീവ് 1 മൈനസ് 200 ഇൻറ്റു 1/r² ഡെറിവേറ്റീവ് മൈനസ് 2/r³ ഈസ് ഈക്വൽ ടു. ഇത് നമുക്കൊന്ന് എഴുതാം. ഒന്ന് സിംപ്ലിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈസ് ഈക്വൽ ടു 4π മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 200 ഇൻറ്റു 2 400 ബൈ r³. അപ്പം നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റെപ്പ് 3 എന്താ പറഞ്ഞിരുന്നത്? ഈ ds/dr ഈസ് ഈക്വൽ ടു 0 കൊടുക്കണം. അപ്പം നമുക്കതൊന്ന് കൊടുത്തു നോക്കാം. ds/dr ഈസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എന്താ? നമ്മൾ ds/dr 4πr മൈനസ് 200 ബൈ r² ഈസ് ഈക്വൽ ടു 0. എൽസിഎം എടുത്ത് സിംപ്ലിഫൈ ചെയ്യുക. 4π ഇൻറ്റു r² ഇൻറ്റു r³ മൈനസ് 200 ഹോൾ ഡിവൈഡ് ബൈ r² ഈസ് ഈക്വൽ ടു 0. എൽസിഎം എടുക്കും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. r² അങ്ങ് മാറും ഡിനോമിനേറ്ററിലെ. 4πr³ ഈസ് ഈക്വൽ ടു 200. ഇനി ഇവിടുന്ന് ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ r³ ഈസ് ഈക്വൽ ടു 200 ബൈ 4π, ദാറ്റ് ഈസ് 50 ബൈ പൈ. ഇതാണ് നമ്മുടെ r³ വാല്യൂ. ഈ r³ വാല്യൂ നമുക്ക് പിന്നീട് ആവശ്യമുള്ളതാണ്.
ഇവിടെ നിന്ന് ആറിൻ്റെ വാല്യൂ എഴുതുക. ആർ ഈസ് ഈക്വൽ ടു 50/π ദ ഹോൾ റേസ് ടു 1/3. അപ്പോൾ ആറിൻ്റെ വാല്യൂ കിട്ടി. സോ d²s/dr² കണ്ടുപിടിക്കണം. അറ്റ് ആർ ഈസ് ഈക്വൽ ടു എത്ര? d²s/dr²? 4π + 400/r³. r³ വാല്യൂ തൊട്ട് മുകളിലുണ്ട് 50/π. തൊട്ട് മുകളിൽ r³ വാല്യൂ ഉണ്ട്. ഈസ് ഈക്വൽ ടു 50 ക്യാൻസലായി 8, താഴത്തെ പൈ മുകളിൽ ചെല്ലും 8π. സോ 4π + 8π 12π > 0 ആണ്. അപ്പോൾ നമുക്ക് പറയാം > 0 ആയതുകൊണ്ട് എസ് പോസിറ്റീവ് ആയതുകൊണ്ട് എസ് എന്താണ്? സർഫസ് ഏരിയ ഈസ് മിനിമം എന്ന് പറയാം. നമുക്കറിയാം > 0 വരുമ്പോൾ മിനിമം ആയിരിക്കും നമ്മുടെ വാല്യൂ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് വേണം ഡയമെൻഷൻസ് വേണം. ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ 6 വേണം നമുക്ക്. ഇവിടെ ഇക്വേഷൻ നമ്പർ 2 നിന്നും ഇക്വേഷൻ നമ്പർ 1 നിന്നും h വേണം. സോ h ഈസ് ഈക്വൽ ടു 100/πr². ആൻഡ് ഇവിടെ നമുക്ക് r അല്ലെങ്കിൽ r³ വാല്യൂ കിട്ടും. r³ ഈസ് ഈക്വൽ ടു 50/π. ഇത് നോർമൽ രീതിയിലൊന്ന് സിംപ്ലിഫൈ ചെയ്യാനൊക്കെ ഭയങ്കര ഇവിടെ r² ആണ്. ആറിൻ്റെ വാല്യൂ ഹോൾ റേസ് ടു 1/3 ആണ്. നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് നോർമൽ രീതിയിൽ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ. അതുകൊണ്ട് ഒരു എളുപ്പമാർഗ്ഗമായിട്ട് എച്ചിനെ അങ്ങ് ക്യൂബ് ചെയ്യണം. സോ h³ ഈസ് ഈക്വൽ ടു 100³ എന്ന് പറഞ്ഞാൽ 100 × 100 × 100 ബൈ π³ എന്ന് പറഞ്ഞാൽ π × π × π. പിന്നുള്ളത് r² ദ ഹോൾ ക്യൂബാണ്. r² ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് r³ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതിനെ ഈസ് ഈക്വൽ ടു 100 × 100 × 100 ഡിവൈഡ് ബൈ π × π × π അതൊന്ന് എഴുതിയെടുക്കുക. π × π × r³ നമുക്ക് മുകളിൽ കിടപ്പുണ്ട് 50/π. r³ ദ ഹോൾ സ്ക്വയർ. സോ 50/π × 50/π. പൈയും ക്യാൻസലാകും. 50 100 ക്യാൻസലായി ബാലൻസ് 2 വരും. സോ h³ ഈസ് ഈക്വൽ ടു 100 × 100നെ നമുക്ക് 50 × 2 എന്ന് എഴുതാമല്ലോ. ഇൻറ്റു ഓൾറെഡി മുകളിൽ 2 കിടപ്പുണ്ട് 2/, താഴെയുള്ള വാല്യൂ π. സോ ഇസ് ഈക്വൽ ടു 50/π × 2³ ആണ് നമ്മുടെ h³ എന്ന് പറഞ്ഞാൽ. സോ h ഈസ് ഈക്വൽ ടു 50/πയുടെ ഹോൾ ക്യൂബിൻ്റെ ഹോൾ റേസ് ടു 1/3 എടുക്കണം. സോ 50/π ദ ഹോൾ റേസ് ടു 1/3. 2³ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ h നമുക്ക് കിട്ടി. r നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ h r നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. ഇപ്പോൾ തന്നെ ഈ ക്വസ്റ്റ്യൻ എല്ലാം ചെയ്ത് നോക്കുകയും വേണം.